ഹായ് മക്കളെ, ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സാറേ പൊളിറ്റിക്സ് എവിടെ? ഞങ്ങൾക്ക് 2 ദിവസം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹിസ്റ്ററിൻ്റെ കൊടുത്തു, എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നല്ല പല സബ്ജക്റ്റുകൾ കൊടുത്തു. ഞങ്ങൾക്ക് പൊളിറ്റിക്സ് എവിടെ എന്ന് ചോദിക്കാൻ. അതുകൊണ്ട് തന്നെ മക്കളെ, ഞാൻ എജുപോർട്ടിൻ്റെ ടീഷർട്ട് പോലും മാറ്റാൻ സമയമില്ല. ഓടി വന്നിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്സിൻ്റെ ക്ലാസ് തരാൻ. പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ച ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തരുന്നത്. ഒരുപാട് വർഷങ്ങളിൽ മെയിൻ എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 1, 2 വട്ടമല്ല 3, 4 വട്ടം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കൾ ചില പാഠത്തിൻ്റെ മാത്രമാണ്. ഒന്ന് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ പോപ്പുലർ മൂവ്മെൻറ്റ് എന്നുള്ളൊരു ചാപ്റ്ററിൽ, ആ ഒരു ചാപ്റ്ററിലത്തെ അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നുള്ള ആ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട കുറേ വർഷങ്ങൾ ചോദിച്ച സംഭവമാണ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. ആ ചിപ്കോ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ചിപ്കോ മൂവ്മെൻറ്റ് പഠിച്ചേക്കണം. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റ് മാത്രമാണ് അതിൽ പഠിച്ചേക്കേണ്ടത് അല്ല, ചിപ്കോ മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒന്നെന്തായിരുന്നു, ഇത് ആൻറ്റി അറാക്ക് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിപ്കോ മൂവ്മെൻറ്റ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഏതാണ്? ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ആണ്. ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് സ്ത്രീകളുടെ ഒരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനം, സ്ത്രീകളാണ് ഇതിൽ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ നോക്കിയൊക്കെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ഇത് എന്ത് വരുന്നത്, എല്ലാവരും മദ്യത്തിന് അടിമപ്പെട്ടു. അവിടുത്തെ പുരുഷന്മാർ മുഴുവൻ. എന്നിട്ട് എന്ത് ചെയ്തു, പണിക്ക് പോയില്ല, ജോലിക്ക് പോയില്ല. സ്വാഭാവികമായിട്ട് ജോലിക്ക് പോകാതാവുമ്പോൾ എന്ത് വരും, ഇൻകം ഡിമിനിഷ്ഡ്, വരുമാനം കിട്ടൂല. വരുമാനം കിട്ടാതാവുമ്പോൾ എന്ത് വരും, ഡെപ്ത് ഇൻക്രീസ്ഡ് ചെയ്യും, കടം വർദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളായി, ഫാമിലി തമ്മിൽ കൊളാപ്സ്ഡ് ആയി. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ബജറ്റിനെ തകർത്തു. ഒരു എന്താ പറയുക, റൂറൽ എക്കണോമി തന്നെ തകർന്നു, ഗ്രാമീണ ഇതൊക്കെ തകർന്നു പോയി എന്ന് പറയും. ഇതൊക്കെ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഇതായിരുന്നു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ. അതാണ് അതിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഒരു മുന്നേറ്റമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. ഇനി അടുത്ത ചിപ്കോ മൂവ്മെൻറ്റ് പഠിച്ചു വെക്കേണ്ട സംഭവമാണ്. ഈ ചാപ്റ്ററിലെ 2 സംഭവങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ബാക്കിയുള്ളത് ചോദിക്കില്ല എന്നല്ല, ചോദിക്കും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. അടുത്ത ചിപ്കോ മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മനസ്സിലാക്കേണ്ട മക്കളെ, സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്വന്തം നാട്ടിലുള്ള ആളുകൾക്ക് മരം വെട്ടാതെ, ഗവൺമെൻറ് മരം വെട്ടാനുള്ള അനുമതി കൊടുക്കാതെ ആ ഒരു സൈമൺസ് എന്നുള്ള സ്പോർട്സ് കമ്പനിക്ക് ഇത് എഴുതി കൊടുത്തു. അപ്പോൾ അതിനെതിരെ സ്ത്രീകൾ അടക്കമുള്ളവർ മരത്തെ ഇങ്ങനെ കെട്ടിപ്പിണർന്നുകൊണ്ട് നടത്തിയ സമരമാണ് ഏതെന്ന് പറഞ്ഞത് നമ്മുടെ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? എന്നിട്ട് പിന്നെ അടുത്ത 15 വർഷത്തേക്ക് പിന്നീട് എന്ത് ചെയ്തില്ല, ഇത് സ്വാഭാവികമായിട്ട് മരം മുറിക്കരുതെന്ന് പറഞ്ഞു. അതാണ് ഈ സംഭവങ്ങൾ പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ആർ ദ മെയിൻ, അടുത്ത ചാപ്റ്ററിലേക്ക് പോയിട്ട് പഞ്ചാബ് അക്കോർഡ് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബ് ഉടമ്പടി, പഞ്ചാബ് കരാറിൻ്റെ പ്രധാനപ്പെട്ട സംബന്ധം. എപ്പോഴാണ് പഞ്ചാബ് കരാർ വരുന്നത് നോക്കാം. അപ്പോൾ പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ച 2 ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പഠിച്ചു വെക്കേണ്ടത് രാജീവ് ഗാന്ധി. ആരായിരുന്നു? രാജീവ് ഗാന്ധിയും പിന്നെ അതുപോലെ തന്നെ ആരായിരുന്നു മക്കളെ, പിന്നെ ആരായിരുന്നു രാജീവ് ഗാന്ധി, പിന്നെ അതുപോലെ തന്നെ അർച്ചൻ സിംഗ് ലോങ്കോവാൾ. ഇവർ 2 ആളും കൂടി ഈ കരാറിൽ ഒപ്പുവെച്ച്. അപ്പോൾ ഈ കരാറിൽ ഒപ്പുവെച്ചതല്ല പറയുന്നത്, അങ്ങനെ ഒപ്പുവെച്ചതിൻ്റെ ഫലമായിട്ടുണ്ട് എന്തൊക്കെയാണ് ആ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താമസിക്കുന്നത്. ഒന്ന് മക്കളെ, ഒന്ന് ചണ്ഡീഗഡ് പൂർണ്ണമായിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പഞ്ചാബിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു ആ കരാറിൽ. രണ്ടാമത്തെ, പഞ്ചാബ് ഹരിയാനയും തമ്മിൽ അതിർത്തി പ്രശ്നമുണ്ട്, ആ അതിർത്തി പ്രശ്നം തീരുമാനിക്കാൻ അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറയും. പിന്നെ ഇവർ രവി ബിയാസ് എന്നുള്ള റിവറിൽ വെള്ളം പങ്കിട്ടിട്ടാണ് ഏതൊക്കെ കഴിയുന്നത്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ കഴിയുന്നത്. അതിനൊരു ട്രൈബ്യൂണലിനെ നിയമിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് അവിടെ പ്രശ്നമായിരുന്നു ആരൊക്കെ തമ്മിൽ, സിഖ് മത ആൾക്കാർ, പിന്നെ ഇന്ദിരാഗാന്ധിനെ കൊന്ന വിഭാഗക്കാരായിരുന്നു സിഖ് മതവിശ്വാസികൾ എന്ന് മുഴുവൻ പറയരുത്, അകാലിദളിൻ്റെ ആ വിഭാഗം, അവരും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ആൾക്കാർ തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു. അപ്പോൾ പട്ടാളക്കാർ വന്നിട്ട് ഒരുപാട് എന്തുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ട് പട്ടാളക്കാർ വന്ന തല്ലലും പിടിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ അവിടെ നിലനിർത്തിയിട്ടുള്ള പട്ടാളക്കാരെ പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഇതായിരുന്നു പഞ്ചാബ് അക്കോർഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ മണ്ഡൽ കമ്മീഷൻ. വാട്ട് ഈസ് മണ്ഡൽ കമ്മീഷൻ, എന്താണ് മണ്ഡൽ കമ്മീഷൻ എന്നുള്ളത് നോക്കണേ. വാട്ട് ഈസ് മണ്ഡൽ കമ്മീഷൻ മക്കളെ നോക്കണേ. മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 1978 പിന്നോക്ക വിഭാഗക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ മുന്നിലോട്ട് കൊണ്ടുവരണം, അവർക്കും ഒരു എന്ത് ചെയ്യണം, ജോലിയിലും കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അവരെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ ഒരു കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ മണ്ഡൽ കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ BP മണ്ഡൽ, ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ എന്നുള്ളതാണ് ഇതൊന്ന്. അങ്ങനെ 1980 അതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ 27% വിദ്യാഭ്യാസ കാര്യത്തിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ജോബ് സെക്ടർ, ജോലിയുടെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യണം, 27% എന്ത് കൊടുക്കണം, നമ്മുടെ
അവർക്കൊരു റിസർവേഷൻ കൊടുക്കണം. ഇതായിരുന്നു അവരുടെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിക്ക പാർട്ടിക്കാർക്കും ഇടയിലുള്ള സമവായത്തിൻ്റെ 4 കാരണങ്ങൾ എന്തെല്ലാമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കാർക്കും പുത്തൻ സാമ്പത്തിക നയങ്ങളോട്, എന്ന് വെച്ചാൽ ന്യൂ എക്കണോമിക് പോളിസി, ഞാൻ അവിടെ ഇംഗ്ലീഷിലും കൂടി എഴുതുന്നുണ്ട്, ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസിയുടെ നയങ്ങളോട് എന്തുണ്ടായിരുന്നു? ഭയങ്കര ആനുകൂല്യമായിരുന്നു. അതുപോലെ തന്നെ പിന്നോക്ക ജാതിക്കാരെന്ന് വെച്ചാൽ എന്താ? മൈനോറിറ്റി വിഭാഗം അല്ലേ? മൈനോറിറ്റി രാഷ്ട്രീയ അല്ലെങ്കിൽ മൈനോറിറ്റിക്കാരുടെ രാഷ്ട്രീയ സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ അതും യോജിപ്പുണ്ട്. എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും സോഷ്യലി ആയിട്ടും എല്ലാവരും എന്ത് വയ്ക്കണം? മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ മുന്നോക്കം കൊണ്ടുവരണം. വെച്ചാൽ ന്യൂനപക്ഷങ്ങളെ എല്ലാ പിന്തുണ കൊടുക്കണം. അതിലും എല്ലാ പാർട്ടിക്കാരും ഈക്വാലിറ്റിയാണ്. പിന്നെ സംസ്ഥാന പാർട്ടികൾക്ക്, സ്റ്റേറ്റ് പാർട്ടികൾക്ക് എന്ത് ചെയ്യണം? നമുക്ക് സംസ്ഥാന പാർട്ടികൾക്ക് കേന്ദ്ര ഭരണത്തിലുള്ള പ്രാധാന്യം എല്ലാ പാർട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. പിന്നെ പ്രത്യയശാസ്ത്രം, ഐഡിയോളജി നിലപാടിനേക്കാളും പ്രായോഗിക പരിഗണനകൾക്ക് എല്ലാ പാർട്ടിയും കൊടുത്തിട്ടുണ്ട്. ഇതും പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 7, 8, 9 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 4 മാർക്കിന് 4 to 5 മാർക്കിന് വരെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ മക്കളെ കാര്യങ്ങൾ സെറ്റല്ലേ? ബാക്കി നമ്മുടെ ലൈവിൽ നമ്മൾ പറഞ്ഞിരിക്കും. ലൈവിൽ വരാം, കൃത്യമായിട്ട് ലൈവിൽ വന്നാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യും. ബൈ ബൈ.